ഹലോ ഗായ്സ്, ഇന്നത്തെ ഉച്ച ഊണിനുള്ള കറികളാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള കറികളാണ്. കോവയ്ക്ക് നന്നായിട്ട് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൗണ്ട് ആയിട്ടില്ല കേട്ടോ, നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ളി ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇന്ന് മുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ മുറുകിയിട്ടൊന്നും എടുക്കണില്ല, നന്നായിട്ട് ഫ്രൈ ആകുക, അതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കൊട്ടപ്പുളിച്ചാറ് വെക്കണം. നമ്മൾ പാലക്കാട്ടുകാരുടെ കൊട്ടപ്പുളി, ഞാൻ പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ അതിലേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല മണം ഉണ്ടാകും, വെളിച്ചെണ്ണയാണ് നന്നായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ടു, ഉലുവി ഇട്ട് കൊടുത്തു, 2 വറമുളക് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതൊക്കെ ചൂടായ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക്, പിന്നെ ഉള്ളി ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കോവയ്ക്ക അടക്കി ഇളക്കി ഉടനെ അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. കോവയ്ക്കൊക്കെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും പച്ചമുളകും ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി മുറുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പുളി കുതിർത്തി വെച്ചിട്ടുണ്ട്. പുളി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് വെള്ളം മാതിരിയാണല്ലോ, നമ്മൾ കൊട്ടപ്പുളിയൊക്കെ വെക്കുമ്പോൾ ലൂസായിട്ടേ ഇരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് പിന്നെ പച്ചമുളക് ഉള്ളിയൊക്കെ നന്നായി വറന്ന് വരുന്ന സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ടുണ്ടാകും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് പോരാ വെച്ചാൽ നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായി അങ്ങോട്ട് തിളപ്പിച്ച വേഗം സിമ്പിളായിട്ടുള്ള പണിയാണ് കേട്ടോ. നന്നായി തിളച്ചു. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊട്ടപ്പുളിക്ക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കാൻ മറന്നാണ്. വെളുത്തുള്ളി നന്നായി ചതച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മണം ഉണ്ടാകും, ടേസ്റ്റും ഉണ്ടാകും. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത്, ഞാൻ ഇന്നലെ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു സംഭവം ഉണ്ടാക്കാൻ പോയിട്ടു, അത് ചീറ്റിപ്പോയി. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നമ്മൾ വറക്കാൻ പോവുകയാണ്. നമ്മൾ ചീഞ്ചട്ടി വെച്ചു, കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്, കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് കഴുകി നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മീനുകുട്ടിക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് മീനുകുട്ടി കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ അത് കട്ട് ചെയ്തത് ശരിയായില്ല. അപ്പോൾ കുറച്ച് പിന്നെ കടുകും ജീരകമൊക്കെ പൊട്ടിയ ശേഷം മുളക് പൊടി, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നത് ഉപ്പേരി നമുക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ആയി കേട്ടോ. അപ്പോൾ ഇതിന് നന്നായിട്ട് ഇളക്കി നന്നായി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ കോവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഊണ് കഴിക്കാൻ പോയി, ഉരുളക്കിഴങ്ങൊക്കെ റെഡിയായി. ഇനി നമുക്ക് ഊണ് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, നിറയെ കൊട്ടപ്പുളി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് കൊട്ടപ്പുളിയത്തെ ഉള്ളിയും പച്ചമുളക് മാത്രം മാറ്റി വെക്കും. ഉള്ളിയും പിന്നെ കരിവേപ്പിലയൊക്കെ ആയിട്ട് നമുക്ക്, കരിവേപ്പില നമ്മൾ നാടൻ കരിവേപ്പിലയാണ്. നമ്മൾ അടുത്ത വീട്ടിൽ കരിവേപ്പില വരെ ഉണ്ട്. അപ്പം ഞാൻ കരിവേപ്പില വാങ്ങാറില്ല. അതും